മലയാളികൾ ഒന്നടങ്കം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് ദൃശ്യം 3. മോഹൻലാൽ, ജിത്തു ജോസഫ് കൂട്ടുകെട്ടിലെത്തുന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പുരോഗമിക്കുകയാണ്. ഇപ്പോഴിതാ ഹിന്ദിയിൽ അജയ് ദേവ്ഗൺ നായകനായ ദൃശ്യം 3യുടെ ടീസർ പ്രഖ്യാപനം അടക്കം മാറ്റിവെച്ചിരിക്കുകയാണ്. മലയാള സിനിമയിൽ വൻ വിജയമായി മാറിയ ക്രൈം ത്രില്ലർ പരമ്പരയാണ് മോഹൻലാൽ നായകനായ ദൃശ്യം ഫ്രാഞ്ചൈസി. പ്രത്യേകിച്ച് മറ്റു ഭാഷകളിൽ റീമേക്കുകളിലൂടെ ഗ്ലോബൽ പ്രശസ്തി ചിത്രം നേടി. ബോളിവുഡ് സൂപ്പർ സ്റ്റാർ അജയ് ദേവ്ഗൺ അഭിനയിച്ച ഹിന്ദി പതിപ്പ് ഗണ്യമായ വിജയമായിരുന്നു. അതിന്റെ തുടർഭാഗം ബോക്സ് ഓഫീസിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. എന്നിരുന്നാലും അജയുടെ ദൃശ്യം 3 ഇപ്പോൾ പാൻ ഇന്ത്യൻ പ്രേക്ഷകരെ ലക്ഷ്യമിടുന്ന മോഹൻലാലിന്റെ മലയാള ഒറിജിനലിൽ നിന്ന് ഗുരുതരമായ ഭീഷണിയാണ് നേരിടുന്നത്. സംവിധായകൻ ജിത്തു ജോസഫും നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരും ചേർന്ന് ദൃശ്യം 3 ഒരു ചിത്രമായി റിലീസ് ചെയ്യാൻ ലക്ഷ്യമിടുന്നുണ്ട്. ദൃശ്യത്തിന്റെ 1-2 ഭാഗങ്ങൾ ഹിന്ദിയിലേക്ക് റീമേക്ക് ചെയ്തപ്പോൾ അജയ് ദേവ്ഗണാണ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. ഇപ്പോഴിതാ ഹിന്ദി ചിത്രത്തിന്റെ ടീസർ ഒക്ടോബർ 2 പുറത്തിറങ്ങുമെന്നായിരുന്നു പ്രഖ്യാപനം. പക്ഷേ അതിപ്പോൾ മാറ്റിവെച്ചിരിക്കുകയാണ്. ഹിന്ദി മലയാളം പ്രൊഡക്ഷൻ ടീമുകൾ തമ്മിലുള്ള ഒരു ക്രിയേറ്റീവ് ക്ലോസ് കാരണമാണിത്. ജിത്തു ജോസഫും ആന്റണി പെരുമ്പാവൂരും ഹിന്ദി റീമേക്കിന്റെ നിർമ്മാതാവ് കുമാർ മങ്ങാട്ടും തമ്മിൽ ഒരു ധാരണയുണ്ട്. ഒറിജിനൽ നിർമ്മാതാക്കളുടെ അനുമതിയില്ലാതെ ഹിന്ദി ടീമിന് അവരുടെ സിനിമയുടെ ഉള്ളടക്കത്തെക്കുറിച്ച് ഒരു പ്രഖ്യാപനവും നടത്താൻ കഴിയില്ല. മലയാളത്തിലുള്ള ചിത്രത്തിന്റെ അപ്ഡേറ്റുകൾ പ്രഖ്യാപിച്ചതിന് ശേഷം മാത്രമേ ഹിന്ദിയിലെ നിർമ്മാതാക്കൾ പ്രഖ്യാപനം നടത്താൻ സാധിക്കൂ. ദൃശ്യം 3യുടെ പ്രഖ്യാപനം വന്നപ്പോൾ തന്നെ ഹിന്ദി പതിപ്പിന്റെ നിർമ്മാതാക്കൾ ആദ്യം തങ്ങളുടെ പതിപ്പ് പുറത്തിറക്കാൻ ശ്രമിച്ചിരുന്നു. പനോരമ സ്റ്റുഡിയോസ് ആണ് ചിത്രം ഹിന്ദിയിൽ നിർമ്മിക്കുന്നത്. 2013 ദൃശ്യം റിലീസ് ചെയ്തത്. മലയാളത്തിലെ ആദ്യ 50 കോടി ചിത്രമെന്ന റെക്കോർഡ് ദൃശ്യം സ്വന്തമാക്കിയിരുന്നു. 2021 ദൃശ്യത്തിന്റെ 2ാം ഭാഗം എത്തി. കോവിഡ് പ്രതിസന്ധിയെ തുടർന്ന് OTT പ്ലാറ്റ്ഫോമിലൂടെയാണ് ദൃശ്യം 2 റിലീസ് ചെയ്തത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.